അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷാമിലെത്തിയപ്പോൾ അതാ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഒന്നും മിണ്ടുന്നില്ല, അനങ്ങാതെ അവിടെ കിടക്കുകയാണ്. അവൻ നേരെ ഉപ്പയുടെ അരികിലേക്ക്, ഉപ്പ 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 എന്താ ഉപ്പ? അല്ല, ഇതെന്താ ഇവിടെ വെച്ച് വെള്ളമൊന്നും അനങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. അല്ല റബ്ബേ പഠിച്ചോനെ, ആരെ ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചത്? എൻ്റെ ഉപ്പയുടെ കയ്യെത്തും ദൂരത്ത് ഈ ഒരു ഭക്ഷണവും വെള്ളമൊക്കെ എടുത്തു വെച്ച് എന്തിനാ ഇങ്ങോട്ട് മാറ്റി വെച്ചത്? ഉപ്പ, എൻ്റെ ഉപ്പ പഠിച്ചോനെ, ഉപ്പ എന്തെങ്കിലും കഴിച്ചോ ഇല്ലേ? അറിയുന്നില്ലല്ലോ റബ്ബേ. അല്ലാ റഹ്മാനെ, ഞാൻ എന്താ ചെയ്യാ? ഉപ്പ ഉപ്പ പ്രിയപ്പെട്ട പിതാവിനെ അതാ പൊന്നുമോൻ തഴുകി തലോടുന്നു. കുറച്ച് വെള്ളമെടുത്ത് ഉപ്പാൻ്റെ മുഖത്തേക്ക് തളിച്ചു. ഉപ്പ മോനെ, ഉപ്പാൻ്റെ കുട്ടി വന്നോ? ഉപ്പ, എൻ്റെ ഉപ്പ ഈ വെള്ളം കുടിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാ, ഉപ്പയുടെ ചുണ്ടും നാവൊക്കെ ആകെപ്പാടെ ഉണങ്ങി പറ്റിയിരിക്കുന്നു. വെള്ളമാണെങ്കിൽ വെച്ചടത്തിൽ നിന്ന് അനങ്ങിയിട്ടുമില്ല. അതുപോലെ ഉപ്പ വെള്ളമൊന്നും കുടിച്ചില്ല. ഉപ്പയുടെ കയ്യെത്തുനിന്ന് വരുന്ന അതൊക്കെ വെച്ചതാണല്ലോ മോനെ. എന്നാൽ ആ ഉപ്പ പറഞ്ഞില്ല, എളാം അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചെന്ന്. എഴുന്നേറ്റ് നടക്കാനും ഒന്നിന് കഴിയൂലല്ലോ. അപ്പോൾ തന്നെ അവൻ ഉപ്പയെ അതാ പിടിച്ച് എങ്ങനെയൊക്കെ എഴുന്നേൽപ്പിച്ച് വെള്ളം കൊടുത്തു. ഉപ്പയുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുത്തു. ഉപ്പാക്ക് ഭക്ഷണം കൊടുത്തു. പാവൻ്റെ ഉപ്പ റബ്ബേ. അല്ലാ, എൻ്റെ ഉപ്പയെ കൊല്ലും ഇങ്ങനെയാണെങ്കിൽ. സത്യം പറഞ്ഞാൽ അവനക്ക് ദേഷ്യം വന്നു. അവൻ സങ്കടത്തോടെ എളാമയുടെ അടുത്തേക്ക്, എളാമ, ആ എന്താടാ? എളാമ, എന്തിനാണ് ഉപ്പാൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ വെള്ളമൊക്കെ മാറ്റി വെച്ചത്? ഞാനോ? ഞാൻ ഇപ്പോൾ വെള്ളം മാറ്റിയൊക്കെ, ഞാൻ ആ റൂമൊക്കെ തന്നെ പോയിട്ടില്ല. അവിടെ പൂട്ടി ഇട്ടേക്കെന്നല്ലാതെ. എളാമ, ഞാൻ വെച്ചതും എല്ലാം എനിക്കറിയാലോ. എന്തിനാ എളാമ അങ്ങനെ കാട്ടുന്നത്? പാവല്ല എൻ്റെ ഉപ്പ. എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങളൊക്കെ എങ്ങനെ നോക്കിയതാണ് എൻ്റെ ഉപ്പ? വയ്യാതാകാന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും പറ്റുന്നതല്ലേ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ശരിക്കും ഷാമിലിന് നല്ല സങ്കടം വന്നിരുന്നു. എളാമ, ഇല്ല, ഞാൻ കൊണ്ടുപോകണം ഉപ്പാനെ. ഇനി ഒരിക്കലും ഇവിടെ ഇടുന്നില്ല. എവിടേക്ക് കൊണ്ടുപോണ്? എവിടേക്ക് കൊണ്ടുപോകൊന്നും വേണ്ട. അതൊക്കെ ഇവിടെ ആൾ വരും ഉപ്പാനെ നോക്കാൻ. വേണ്ടും എളാമ, എൻ്റെ ഉപ്പാനും കരുതിയിട്ട് ഒരാൾക്കൊരു ഭാരമാവരുത്. അതെ, എൻ്റെ ഉപ്പാൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ പിതാവ് കരയുകയായിരുന്നു. അല്ലാ, എന്തിനാ റബ്ബേ എല്ലാവർക്കും ഭാരമായിട്ട് എന്നെ ഇവിടെ ഇടുന്നത്? എന്നെങ്ങ് വിളിച്ചൂടെ? പക്ഷെ പടച്ച റബ്ബ് തന്ന ആയുസ് അത് പൂർത്തിയാക്കണമല്ലോ. എളാമയോട് കടുത്ത ദേഷ്യമാണ് അവനക്ക് തോന്നിയത്. എളാമ, നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? നിങ്ങളൊരു ഉമ്മയാണോ? നിങ്ങൾ എൻ്റെ ഉപ്പ അത്രമാത്രം സുഖമില്ലാത്ത അവസ്ഥയിൽ അവിടെ കിടന്നിട്ട് ഒന്നും വേണ്ട, ഞാൻ എടുത്തു വെച്ച ഭക്ഷണവും വെള്ളവും അതുവരെ നിങ്ങൾ മാറ്റി വെച്ചല്ലോ. എന്തിനായിരുന്നു എളാമ? ഞാനോ? ഞാൻ മാറ്റി വെച്ചിട്ടില്ല. ഞാനിപ്പോൾ അത് മാറ്റിയേക്കുക. ആ മക്കളെങ്ങാനും ആവും. എളാമ, ഇത്രയൊന്നും ക്രൂരയാവും പാടില്ല കേട്ടോ. അതെ, പടച്ച റബ്ബ് എല്ലാം കാണുന്നുണ്ട്. ഇത്രയധികം എന്തിനാണ് എളാമ? എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി, കുറച്ച് ലോങ് പോകേണ്ടേ, അതായിരുന്നു. ബാപ്പാനിട്ട് പോണിന് കുഴപ്പമില്ല, എനിക്കപ്പോൾ കുഴപ്പം. എന്നാൽ ദേഷ്യം കൊണ്ട് അതാ മക്കളെ അടിക്കുന്നു എളാമ. പൊതിരെ തല്ലുന്നു. എന്തിനാടി നിങ്ങൾ വെള്ളമൊക്കെ എടുത്ത് മാറ്റി വെച്ചത്? ഉമ്മച്ചി, ഞങ്ങളല്ല. എന്തിനാടി നിങ്ങളുടെ കളവ് പറയണത്? രണ്ടുപേരെയും നല്ലോണം തല്ലുന്നുണ്ട്. എന്തിനാടി അങ്ങനെ കാട്ടാൻ പാടുണ്ടോ? ഇങ്ങനൊക്കെ ഒരാൾ സുഖമില്ലാത്ത ഒരാളൊക്കെ വെള്ളം എന്തൊക്കെ മാറ്റി വെക്കല? എന്തോ ഒരു സാധനങ്ങൾ നിങ്ങൾ എന്താന്നില്ലേ? ഉമ്മ, ഞങ്ങളല്ല, ഞാനല്ല ഉമ്മ, സത്യമായിട്ടും. പെട്ടെന്ന് ഷാമിൽ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു. മക്കളുടെ കരച്ചിൽ ഉപ്പയും കേൾക്കുന്നുണ്ട്. എന്തിനാണ് അവൾ മക്കളെ തല്ലുന്നത് എനിക്കറിയുന്നില്ല. പെട്ടെന്ന് ഷാമിൽ, എളാമ, മക്കളെ തല്ലണ്ട. അത് അവരങ്ങനെ ചെയ്യൂല. എൻ്റെ പെങ്ങന്മാരാണ് അവരൊരിക്കലും അങ്ങനെ ചെയ്യൂല. സത്യമായിട്ടും എളാമ, എന്തിനാ നിങ്ങൾ? എടാ, ഞാനല്ല, ഇത് ഇവരാണ്. ഇവർ രണ്ട് പേരും തന്നെ ആയിരിക്കും അതിനുള്ളിലേക്ക് പോലും കാട്ടിക്കൂട്ടലേ കണ്ടേക്കണ്. അല്ലിക്കാക്ക, ഞങ്ങളല്ലിക്കാക്ക. എന്നാൽ ഈ സമയം ഷാമിൽ അതാ പെങ്ങളോട് വിളിച്ച് കാര്യം പറയുന്നു. ഇത്താത്ത, അത് ഉപ്പയെ ആർക്കും നോക്കാൻ വയ്യ. ഉപ്പാക്ക് വെള്ളം പോലും കൊടുക്കാൻ ഇവിടെ ആളില്ല. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടൊന്ന് ഗൾഫിൽ പോകേണ്ടി വന്നാൽ ഉപ്പയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പണം കണ്ടെത്തണം.
ഇവിടെ നിന്നേ കൂലിപ്പണി അത് ഉപ്പാക്കുള്ള ഭക്ഷണം കാര്യങ്ങളും കിട്ടുമെന്നല്ലാതെ ഇവിടെ നിന്നാൽ ഉപ്പയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കൂല. നമ്മൾ ഉപ്പ ഇനിയും ജീവിക്കണം. മോനെ, നീ ഉപ്പാനെ നോക്കിയാലുള്ള കൂലി എനിക്ക് കിട്ടും. എനിക്കും നോക്കാൻ പോതിയാണ്. വേണ്ട താത്ത, അവിടെ തന്നെ എനിക്കൊരു വയസ്സായ ഉമ്മയും ഉപ്പയുണ്ട്. അവരിടയ്ക്ക് ഇവരും കൂടി കൊണ്ടിടുമ്പോൾ പിന്നെ 4-5 മക്കളും. മോനെ, ഞാനങ്ങോട്ട് വരാം ഉപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണതിന് മുമ്പായിട്ട്. അങ്ങനെ അതാ അവൾ മക്കളെയും കൂട്ടി ഓട്ടോറിക്ഷയിൽ വരുന്നു. ഇക്കാക്ക ജോലിക്ക് പോയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ വരുമ്പോൾ തന്നെ എളാമ പറയുന്നുണ്ട്, എടി ഇന്ന് നിങ്ങളെ അമ്മായി മക്കളും വരും. വല്ലാത്തൊരു സാധനങ്ങളാണ്. പിന്നെ സ്കൂളും കൂടെ ഇല്ലാത്തതാണ്. അറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു സുഖം ഇവിടെ ഉണ്ടാവില്ല. ആ വണ്ടി സൈക്കിളൊക്കെ എടുത്തച്ചാണി, ഒക്കെ അകത്ത് പൂട്ടിക്ക്. ചെല്ലി അതൊക്കെ എടുത്തച്ചാണി. ഇനി പോലും ഇങ്ങോട്ട് അകത്ത് കിടന്നൊരു മെഴുകലേക്കാരം ഈ നല്ലൊരു പെര കേടെടുത്ത് ഓളും മക്കളും വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം എടുത്തേക്ക്, അകത്ത് എടുത്തേക്ക്. ആ ഉമ്മ, അത് ഇക്കാക്ക വാങ്ങി തന്ന സൈക്കിളല്ലേ, അപ്പോൾ എല്ലാവർക്കും എടുത്തൂടെ? ഓ പിന്നെ ഓരോ ന്യായമായിട്ട് മുടന്ത ന്യായമായിട്ട് ഇത് വന്നിക്കണത്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ വിചാരിക്കണ്ട. ഉള്ളിക്കെടുത്ത് പൂട്ടിക്ക്, കൊടുക്കരുത് ഇറ്റങ്ങൾക്ക്. ഇറ്റങ്ങൾ പേരും 4-5 ഒപ്പം കണ്ട് ഉറഞ്ഞു തുള്ളിക്കൊണ്ട്. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും അതാ ഓട്ടോറിക്ഷയുടെ ശബ്ദം കേൾക്കുന്നു. അതിൻ്റെ റബ്ബേ, എനിക്ക് ഞാൻ അടുക്കളയിൽ നിന്ന് കയറാൻ അങ്ങോട്ട് ഒഴിവ് കിട്ടൂല. വല്ലാത്തൊരു പുതുമ. എന്തോരൊരു ശല്യങ്ങൾ. അപ്പോഴേക്കും അതാ കുഞ്ഞോളും കുട്ടികളും വരുന്നത് കണ്ടിട്ട് എളാമ അവിടെ നിന്ന് മെല്ലെ അങ്ങ് മാറി. സ്കൂൾ പൂട്ടുമ്പോത്തിന് 2 ദിവസം ലീവ് കിട്ടുമ്പോത്തിന് ഇങ്ങോട്ട് വലിഞ്ഞ് കയറി വരണാണ്. അതെ വരണേ. എളാമ അതാ ആ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഇനിയിപ്പോൾ പെരിയും കൂടിയൊക്കെ കേടെടുത്തലേക്കാരും മക്കളെല്ലാവരും. എളാമ, അസ്സലാമലൈക്കും. പാവം കുഞ്ഞോള് സ്നേഹത്തോടെ വിളിച്ചു. കാരണം അവരുടെ ഉപ്പ ഉണ്ടാക്കി ആങ്ങളുണ്ടാക്കിയ വീടനല്ലേ. അപ്പോൾ ആ വീട്ടിലേക്കൊന്ന് വരാൻ വേണ്ടിയിട്ട് എന്താ 2 ദിവസം ഒരു പൂതി ഉണ്ടാവുമല്ലോ, അങ്ങനെ കരുതി വന്നതാണ്. മക്കൾക്കും തന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വരാറുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. പ്രത്യേകിച്ച് ഓല മാമൻ ഉണ്ടാകുമ്പോൾ അതൊരു സന്തോഷമാണ്. ഇനിയിപ്പോൾ ഈ മക്കളെല്ലാവരും കൂടി വന്നിട്ട് ഓനെയും കൂട്ടിയാണ് പോവും അങ്ങാടിക്ക് ഓരോന്ന് വാങ്ങിപ്പിച്ചുകൊണ്ടൊക്കെ. എളാമ, എന്നാൽ എളാമ മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, തുള്ളി വെള്ളം പോലും പെങ്ങൾക്കും മക്കൾക്കും നൽകിയില്ല. അവൾക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ പറയൂ, മക്കളെ ചായ കുടിച്ചോളി, വരി ഇരിക്കുക എന്നുള്ളത്. അല്ല, ഉമ്മ ഇല്ലല്ലോ. എന്നാൽ ഷാമിൽ അപ്പോൾ അവിടെ ഇല്ലായിരുന്നു. ഷാമിൽ പുറത്തു പോയതായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാമിലെത്തി. പെങ്ങളെയും മക്കളെയും കണ്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു. മാഷാ അല്ലാ, ഇത്താ എപ്പോഴെത്തി? മോനെ കുറച്ച് നേരമായി. ചായ കുടിച്ചിത്താ? മക്കൾ ചായ കുടിച്ചോ? അവൾ ഒന്നും മിണ്ടിയില്ല. ഇല്ലെന്നും പറഞ്ഞില്ല, ഉണ്ടെന്നും പറഞ്ഞില്ല. അതൊക്കെ കുടിച്ചോളാം, അത് സമയമാണല്ലോ. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതുവരെ ചായ ഒന്നും കുടിച്ചില്ലേ? എന്താ ഇത്താത്ത, നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന കുട്ടികൾക്ക്? അല്ല മോനെ, അത് പോയി എളാമ അവിടെ ഉണ്ടാവുമ്പോൾ നമ്മൾ മോശമല്ലേ അത് ചെയ്യുന്നത്. അപ്പോഴേക്കും എളാമയുടെ സ്വഭാവം അതാ വീണ്ടും ഒന്നുകൂടി കടുത്തിരിക്കുന്നു. ഇവിടെ പാൽപ്പൊടിയും പഞ്ചാരിയും പാലൊന്നും ഇങ്ങനെ എപ്പോഴും കൊണ്ടുവരാമെന്നാവില്ല. കുറച്ച് കട്ടൻ ചായ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചേക്കണ്, അതാണ്ട് പാർന്നു കൊടുത്തോ. ഷാമിൽ അത് കേട്ട് ഞെട്ടി. പഠിച്ചോനെ, അത്രയധികം പാൽപ്പൊടി, നിഡോൻ്റെ പാൽപ്പൊടി, ആങ്കറിൻ്റെ പാൽപ്പൊടി, അങ്ങനെ മുദ്ദിഷിൻ്റെത്, അങ്ങനെ എത്ര ഐറ്റംസ് പാൽപ്പൊടി, അതും എല്ലാവർക്കും കൊടുക്കാനുള്ളതായിരുന്നു. അതൊക്കെ എളാമ ഇവിടെ അടക്കി പിടിച്ച് വെച്ചേക്കാണ്. ഇത്ര പെട്ടെന്ന് അത് തീർന്നോ എന്നുള്ള രീതിയിൽ ഷാമിൽ അങ്ങോട്ട് അടുക്കളയിലേക്ക് ചെന്നു. മക്കൾക്ക് കട്ടൻ ചായ, അത് മധുരം കുറവിൽ അവൾ പാർന്നു കൊടുക്കുമ്പോൾ ഷാമിൽ ഒരു നിമിഷം പറഞ്ഞു, അല്ലിത്ത, ഇവിടെ പാൽപ്പൊടി ഉണ്ടാവുമല്ലോ, അത് കഴിയാനായിട്ടില്ലല്ലോ. ഞാൻ 2-3 വീടുകളിലേക്കുള്ളതൊക്കെ പക്ഷെ ഒക്കെ കണ്ട് എടുത്ത് വെച്ചപ്പോൾ എന്ത് ചെയ്യണേ, ഞാൻ എൻ്റെ ഇത്തൊക്കെ ഉള്ളതും പിന്നെ അങ്ങനെ 2-3 വീടുകളിലേക്ക് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ വെച്ചേക്കാണ്, ഇവിടെ ഉണ്ടാവും, കഴിയാനൊന്നും ആയിട്ടില്ല. പെട്ടെന്ന് എളാമയോട് ചോദിച്ചു, എളാമ ആ പാൽപ്പൊടി കഴിഞ്ഞോ? ഇതെന്താ പാൽപ്പൊടി ഇട്ട് ചായ എടുക്കാത്താരെ പുതിയാപ്പിളാരറ്റ് വന്നതാ? ഇവിടെ അങ്ങനെ പല കുടുംബങ്ങളും വരും. അപ്പോൾ ഒന്നായിട്ട് ഇവർക്ക് കലക്കിയാൽ ഒരു ടിന്നാണ്ട് കയ്യിലേക്കാരാവും. 1-2 ഒന്നല്ലല്ലോ, 5-6 അല്ലേ കയറി വന്നിക്കണ് ഉള്ളത് തിന്ന് മുടിച്ചാനായിട്ട്. പെട്ടെന്ന് ഷാമിലിന് സങ്കടം വന്നു. എളാമ, എൻ്റെ പെങ്ങൾ വരാറില്ല, എപ്പോഴെങ്കിലൊക്കെ വരാറേ ഉള്ളൂ. അളിയനോലെ അങ്ങനെ നോക്കും, അളിയൻ ഇങ്ങോട്ട് വിടുന്നതും ഇഷ്ടമല്ല. എളാമ, എത്ര അലമാരയിൽ എത്ര പാൽപ്പൊടി ഉണ്ട് അവിടെ സ്റ്റോക്ക്, എനിക്കൊന്ന് കാണണം. ഇവിടെ ഉണ്ട്,
ഷാമിലെ ഇജ്ജ് ഇന്നെ ചോദ്യം ചെയ്യാൻ അയക്കണോ? ഇപ്പൊ കൊത്തി കൊത്തി തലയിൽ കയറി കൊത്തൽ തുടങ്ങിയിട്ടില്ലേ ഈ? ഇവിടെ എന്ത് ചെയ്യണം എന്ത് കാട്ടണം ഞാൻ തീരുമാനിക്കും, അല്ലാതെ ഈ അല്ല. ഈ ഇവിടുത്തെ മോനാണ്, ഇവിടുത്തെ ഉമ്മാന്റെ സ്ഥാനമാണ് എനിക്കെന്താ അത് അറിഞ്ഞൂടെ? ഉമ്മ, ആ മക്കൾക്ക് ചായയിൽ കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ കൊണ്ടുവന്ന് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങോട്ട് എടുത്തു വെക്കുന്നത്? അതൊക്കെ കേടായി പോകുമ്മ. അതിന് ചില ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനു മുമ്പൊക്കെ അത് ഉപയോഗിക്കണം. എൻ്റെ പൊന്നാര ഷാമിൽ, അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അത് 2027-28 വരെ ഡേറ്റ് ഉള്ളതുണ്ട്. അല്ലാതെ പെട്ടെന്ന് അത് തിന്ന് കഴിച്ചണമെന്ന് ഒരു ഇതുമില്ല. എന്നാൽ പെട്ടെന്ന് അതാ കുഞ്ഞോൾ അങ്ങോട്ട് വന്നിട്ട്, ഷാമിൽ മോനെ വേണ്ടടാ, മക്കളൊക്കെ ചായ കുടിച്ചു കഴിഞ്ഞു. എന്താ ഉമ്മങ്ങൾ കടിയൊന്നും കൊടുത്തില്ലേ? ഇവിടെ സാധനം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കുറച്ച് തണുത്ത മിച്ചർ ഒരു പ്ലേറ്റിലിട്ടുകൊണ്ട് അതാ കൊടുക്കുന്നു. ഇത് ഉണങ്ങിക്കോളി, അല്ലാതെ ഇപ്പോൾ ഇവിടെ നിങ്ങളെ കടി എല്ലാം കൂടി എടുത്തു തരാനൊന്നാവൂല. എന്നാൽ പെട്ടെന്ന് തന്നെ ഷാമിലിനെ അത് കണ്ടു. ഓ എൻ്റെ റബ്ബേ, വല്ലാത്തൊരു എളാമ, അത് എന്നത്തെ മിച്ചറാ? നിങ്ങളാ മക്കൾക്ക് അത് അളിയൻ അറിയണ്ടട്ടോ. ഷാമിലെ മോനെ വേണ്ടടാ, അത് മതി മിണ്ടണ്ടഞ്ഞേ, ഞങ്ങൾ പോയിക്കോളാം. ഞാൻ അപ്പാരൊന്നും കാണണം വിചാരിച്ച് വന്നതാണ്. ഏയ് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. ഞാനിപ്പോഴേ ഇന്നോ നാളെയൊക്കെ ആയിട്ടാണ് കൊണ്ടുപോകുള്ളൂ. അല്ലാതെ ഞാൻ ഉപ്പാൻ്റെ ഇപ്പോൾ 2 ദിവസം നമുക്ക് നിൽക്കാം. അല്ലാതെ ഇനി നമുക്ക് ഉപ്പാനെ കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഉപ്പാൻ്റെ അടുത്തേക്ക് നമുക്കങ്ങനെ എപ്പോഴും പോകാനൊന്നും പറ്റൂല. അതിനൊക്കെ അവിടെ ആളുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ നിന്നെ ഒന്നും വിഷമിക്കണ്ട. അപ്പോൾ തന്നെ അതാ ഷാമിൽ പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോയിട്ട് നല്ല ചൂടുള്ള പൊറാട്ടയും നല്ല ബീഫ് കറിയും ചിക്കൻ കൊണ്ടാട്ടവും ഒക്കെ ആയിട്ട് അവൻ തിരിച്ചു വരുന്നു. 2 പാക്കറ്റ് പാലുമുണ്ട്. അപ്പോൾ തന്നെ ഷാമിൽ പോകുന്നേ കണ്ടപ്പോൾ എളാമാക്ക് ഒരു സംശയമുണ്ട്. എന്തിനാന്നാവോ പൈസ ചിലവാക്കാൻ പോണത്, ഇനിയിപ്പോൾ എന്തൊക്കെയാന്നാവോ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാമിൽ തിരിച്ചു വന്നു. അവൻ അതാ മക്കളോട് പറഞ്ഞു, മക്കളെ വരി, നല്ല ചൂടുള്ള പൊറാട്ടയുണ്ട്, നല്ല ബീഫ് കറി വരട്ടിയതുണ്ട്, ചിക്കൻ കൊണ്ടാട്ടുണ്ട്, ഇതാ കഴിച്ചോളി. അപ്പോൾ തന്നെ അവൻ തന്നെ ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്തേക്ക് വന്നു. 2 പാക്കറ്റ് പാല് പൊട്ടിച്ചു. അത് തിളപ്പിച്ച് അതിലേക്ക് നല്ല ഹോർലിക്സ് പൊടി ഉണ്ടായിരുന്നു, അതും ഇട്ട് പഞ്ചസാരയും ചേർത്ത് നല്ല അടിപൊളി ഹോർലിക്സ് ഉണ്ടാക്കിയിട്ട് മക്കളുടെയും പെങ്ങളുടെയും മുമ്പിൽ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തു. ഇതാ കുടിക്ക്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. മതി. ഓ എൻ്റെ മക്കൾ കുടിക്കേ, ഇതാ കുഞ്ഞോളെ വരി, ഇത് കുടിക്ക്. എന്നാൽ ഷാമിൽ പെങ്ങന്മാരെയും വിളിച്ചു, മക്കളെ വരി, ചായ കുടിക്കുക. അമ്മായി വന്നിട്ട് ചായ ഒപ്പം കുടിക്കാഞ്ഞാൽ പിന്നെന്താ? മക്കൾ സന്തോഷത്തോടു കൂടി ഓടി വരുമ്പോൾ എളാമ, പോവരുത്, അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോവരുത്, എനിക്ക് ഇഷ്ടമല്ല അവരെ. നിങ്ങൾ അവരെ കൂടെ പോയിക്കാണ് ചായ കുടിക്കണ്ട, നിങ്ങൾ മാറിക്കാണേ. എന്നാൽ ആ മക്കൾ കരഞ്ഞു. എന്നാൽ ഷാമിൽ, എന്താ മക്കളെ നിങ്ങൾ വരാത്തത്? അവർ കരയുന്നത് കണ്ട് ഷാമിൽ ചോദിച്ചു, എന്താ മക്കളെ? വരി, നമുക്ക് അമ്മായിൻ്റെ മക്കളൊക്കെ ഒപ്പം ചായ കുടിക്കണ്ടേ, വരി. അത് ഉമ്മ സമ്മതിക്കൂല. ആ മക്കളുടെ കണ്ണുനീര് അവന് കണ്ടു നിൽക്കാനായില്ല. എളാമയോട് ചോദിച്ചു, എന്താ എളാമ? എല്ലാവരും അവരെന്ന് വെച്ചാൽ എല്ലാവരും സ്വന്തം കുടുംബങ്ങളല്ലേ. ആ ലോക്കലും ആൾക്കാരെ കൂടെ ചായ എടുക്കാൻ ഞാൻ സമ്മതിക്കൂല മക്കളെ. ലോക്കലോ? സ്വന്തം പെങ്ങളെയും മക്കളെയും ലോക്കലെന്ന് വിളിച്ചത് അതവൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് പൊട്ടിച്ചു. അതേ, എൻ്റെ മക്കൾ ഓലെ പോലെ ലോക്കലല്ല, ഓരൊറ്റക്കണ് കുടിച്ചോട്ടെ, ആണ് വാരി കൊടുത്തു കൊടുച്ച് ഉള്ള പൈസ കളയാനായിട്ട്. ഓന് എന്തൊക്കെയാ കൊണ്ടുവന്ന് കൊടുത്തത്. ഇളമ, എന്താ ഇളമ അങ്ങനെ? എൻ്റെ പെങ്ങളാണ്, എൻ്റെ കൂടപ്പിറപ്പാണിത്, എൻ്റെ ഉമ്മയുടെ വയറ്റിൽ പിറന്നതാണ്, എൻ്റെ ഉപ്പയുടെ മക്കളാണ്. അത് എന്താ നിങ്ങൾക്ക്? ഷാമിലെ, ആ ലോക്കൽ മക്കളൊക്കെ എന്തിനാ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവന്നത്? 4-5 വരുമ്പോഴത്തേനും എനിക്ക് ദേഷ്യമാണ് കാണുമ്പോൾ. എളമ്മ, നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. എൻ്റെ 1, 2 അല്ല 5 മക്കളൊക്കെയാണ്. എന്നിട്ട് ഈ വീട് കേടെടുത്താനും വീട്ടിലത്തെ സാധനങ്ങൾ കേടെടുത്താനും ഒക്കെ ആയിട്ട് ഷാമിൽ ഒന്നും മിണ്ടാതെ തിരിച്ചു പോന്നു. അതെ, അവർക്ക് ഹയർ അവരെ വീട് തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ഈ ഒരു എളാമാൻ്റെ അടുത്ത് സ്വന്തം ഉമ്മ ഉണ്ടെങ്കിൽ തിരക്കിടില്ല. എളാമാൻ്റെ അടുത്ത് നിൽക്കൽ നടക്കൂല. പാവം. നേരെ അത് പെങ്ങളുടെ അരികിലേക്ക് വന്നു. എന്നാൽ പെങ്ങളുടെ കണ്ണ് നിറഞ്ഞത് ഷാമിൽ കണ്ടു. എന്തിത്താ? ഷാമിലെ, ഉപ്പാനെ ഞാൻ കൊണ്ടുപോയിക്കോളടാ, ഞാൻ അവിടെ നിന്ന് നോക്കിക്കോളാം, അവിടെ നിന്ന് കൊണ്ടുപോക്കാം ട്രീറ്റ്മെൻറ്റിനൊക്കെ. അല്ലാതെ ഇവിടെ ഉപ്പാൻ്റെ ഒപ്പം കുറച്ച് നേരം നിൽക്കൽ നടക്കും തോന്നില്ല. അങ്ങനെയൊന്നുമില്ല,
നിങ്ങൾ കഴിക്കേ, ഇത് ഭക്ഷണം കഴിച്ചോടാ, വയറ് നിറഞ്ഞു. മക്കൾ കഴിക്കേ, നല്ല ചൂടുള്ള പൊറോട്ടയുണ്ട്, അതിക്ക് നല്ല ബീഫ് വരട്ടിയതും അതുപോലെ ഇതാ ചിക്കനും എല്ലാം ഉണ്ടല്ലോ, മക്കൾ കഴിക്കേ. ഷാ മോനെ, മനസ്സ് നിറഞ്ഞു. അതെ, എൻ്റെ ആങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പടച്ചറബ് പ്രദാനം ചെയ്യട്ടെ. എളാമാൻ്റെ നോക്കണ്ട, സാരല്ല, എന്താ ചെയ്യാം, അത് ഓരോരുത്തരൊരു സ്വഭാവം അങ്ങനെയായിരിക്കും. സാരല്ല, നമുക്ക് നമ്മൾ ഉപ്പാനെ രക്ഷപ്പെടുത്തണം, അതേ ഉള്ളൂ. അവരെങ്ങനെയാ വെച്ചാൽ ജീവിച്ചോട്ടെ, സാരല്ല കേട്ടോ, വിഷമിക്കണ്ട. പെങ്ങളെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. അതെ, തൻ്റെ ആങ്ങളയുടെ ആ ഒരു സ്നേഹം അതവളിൽ വല്ലാതെ ഒരു സന്തോഷം പകർത്തി. മോനെ, കുഞ്ഞോനെ, കുട്ടി എപ്പോഴും പോണത്? ഞാൻ ഉപ്പാക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കട്ടെ, എന്നിട്ട് പോകണം. ഇവിടെ നടക്കൂല, ഉപ്പാനെ നോക്കൂല. ഉപ്പാക്ക് വെള്ളം പോലും കൊടുക്കണേ മാറ്റി വെക്കണേ. പെട്ടെന്ന് ഉപ്പ എന്തേ ആയിക്കഴിഞ്ഞാൽ ഇനി ഉപ്പാൻ്റെ മുതലും സ്വത്തൊക്കെ അങ്ങോട്ട് കിട്ടിക്കോളും എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തും എനിക്കറിയില്ല. അവർക്ക് അതിമലൊക്കെ ഒരു ഇതാണ്, അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. സാരല്ല. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവൾ തന്നെ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചു. അടുക്കള എങ്ങനെ നന്നാക്കിയിട്ട് തരുന്നു, ഇനിയിപ്പോൾ റാക്കുമല്ലൊക്കെ ആകപ്പാടെ വെള്ളമാക്കും. ഒരു ചായടി കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ തന്നെ രണ്ടാമത്തെ ചായടി. ഷാമിൽ അത് കേട്ടുകൊണ്ട് വന്നു. ആരാ ചായ? എന്താളാമ അത്? നിങ്ങളൊരു കട്ടൻ ചായ തണുത്ത മിച്ചറും കൊടുത്തെന്ന് വിചാരിച്ചിട്ട് എനിക്കെന്താ ഭക്ഷണം കൊടുക്കാൻ പാടില്ലേ? എൻ്റെ പെങ്ങളും മക്കളാണ്, എൻ്റെ കൂടെപ്പിറപ്പാണ്, അവരെനിക്ക് വെറുപ്പിക്കാൻ പറ്റില്ല, അവരെനിക്ക് ഉണ്ടാവുള്ളൂ. ഇതാന്നില്ലേ, ഞാനങ്ങോട്ട് ഇനിയിപ്പോൾ കുറച്ച് അരിയൊക്കെ തീമട്ട് കൊടുക്കുകയും പോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോത്തിന് ഒന്നായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളി വരും. മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും കിട്ടൂല. എളാമ ഓരോന്ന് പുലമ്പുകയാണ്. എന്നാൽ കുഞ്ഞോളതെല്ലാം കേട്ട് ഷാമിലിനോട് പറഞ്ഞു. മോനെ, ഞങ്ങൾ പോട്ടെട്ടോ, ഇവിടെ നിൽക്കാൻ പറ്റൂലടാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടില്ല, ഇങ്ങനെ ചീത്തണ്ടൊരു സമാധാനമല്ല. അളിയൻ അറിയണ്ടടാ, അളിയൻ ഇതൊന്നും പറ്റൂല. അളിയൻ എപ്പോഴും ഞങ്ങൾ നല്ല രീതിയിൽ നിൽക്കണം എന്നുള്ള ചിന്താഗതിയാണ്. അളിയന് ഇങ്ങനെയൊന്നും ചെയ്യണത് അതൊന്നും കേൾക്കണ ഇഷ്ടമല്ല. ഞങ്ങൾ എങ്ങനെയാണെന്നാണ് നോക്കണത്. ഞാൻ ഉപ്പാൻ്റെ അടുത്തേക്ക് ആണ് വന്നത്. നേരെ ഉപ്പയുടെ അരികിൽ അവൾ പോയിരുന്നപ്പോൾ ഉപ്പ ഒരു കൈ കൊണ്ട് അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഉപ്പാൻ്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ, അതങ്ങനെ പറയും, അതുകൊണ്ട് കേട്ടുകൊടുത്താൽ മതി. അത് ഇതിലെ കേൾക്കുക, അപ്പുറത്തു കൂടെ വിടുക, അതേ നടക്കുള്ളൂ. ഉപ്പാൻ്റെ കുട്ടിക്ക് സുഖവും സന്തോഷം ഉണ്ടാകട്ടെ. നിങ്ങൾക്കൊക്കെ ഹയറ് മക്കളെ അവിടെ തന്നെയാണ്. പക്ഷെ എൻ്റെ കുട്ടികളപ്പോൾ നിൽക്കാൻ എനിക്കൊരു പൂതി ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതാ ഭയങ്കരമായി ഒരു ഒച്ചപ്പാട്. ഞാൻ അപ്പോഴേ പറഞ്ഞേക്കണ ആ വണ്ടിയൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കല്ലേന്ന്. ഇപ്പം എന്തായി, കേട് വരുത്തിയില്ലേ? ആ പുതിയ വണ്ടികളൊക്കെ ഉണ്ട് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറക്കല്, എല്ലാവരും കൂടെ അങ്ങോട്ട് മേയലും. അതിൻ്റെ റബ്ബേ, ഇവിടെ ആകപ്പാടെ കേടരും. എന്തായടി? അതെ, എളാമ്മയുടെ കുട്ടിയെ നല്ല രീതിയിൽ തല്ലുകയാണ്. എന്താ ഇത്? എന്നോട് പറഞ്ഞേക്കണില്ല അത് പൂട്ടി വെക്കാൻ. ഈ സൈക്കിൾ ഓല് വരുമ്പോൾ എടുക്കരുതെന്ന് എന്നോട് ആ തത്ത പറയും പോലെ പറഞ്ഞില്ലേ? എന്തിനാ എനിക്ക് ഇങ്ങോട്ട് ഓല് വന്നങ്ങോട്ട് കളിക്കായിട്ട്? ഓൽക്ക് ഇവിടെ ശീലാക്കി കൊടുത്തത്, ഇവിടെ നിരങ്ങലേക്കാരം, അങ്ങോട്ട് പോയിക്കോട്ടെ. എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെയൊക്കെ? സാധനങ്ങൾ കേടെടുത്താനായിട്ടുണ്ട് വരും. ഇപ്പം ആ സൈക്കിളൊക്കെ കേട് വരുത്തിയേക്കണം. ആ കുട്ടികൾ കയറി മറിഞ്ഞു കണ്ട് ഞങ്ങളോട് എത്രയേ പറഞ്ഞേക്കണേണ്ടി അത് ഇങ്ങോട്ട് ഇറക്കരുത് പോലെ വരുമ്പോന്ന്. ആ റൂമിൽ ഞാൻ പൂട്ടിയിട്ട് തരുന്നല്ലോ, നിങ്ങൾ അപ്പോത്തിന് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കായിട്ടോൾക്ക്. മക്കളെ വീണ്ടും എളാമ തല്ലുന്നു. എന്നാൽ ആ നിമിഷം തന്നെ ഷാമിൽ അങ്ങോട്ട് എത്തുന്നു. എന്താ എളാമ, നിങ്ങൾക്ക് എന്താ? ഒന്നുമില്ല, ഇവിടുത്തെ സാധനം മുഴുവൻ കേടെടുത്താനാണ് ഓല് ഇങ്ങോട്ട് എഴുന്നള്ളി വരുന്നത്. ഇജ്ജ് എന്തിനാണ് ഓലണ്ട് വിളിച്ചെടുത്തിയത്? അങ്ങോട്ട് പോയിക്കൂടെ ഈ അലവലാദ്യാൾക്ക്? എളാമ, എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ലോക്കലെന്നൊന്നും പറഞ്ഞ് ഒരാളെയും കുറ്റപ്പെടുത്താനും അലവലാദികളൊന്നും പറഞ്ഞ് വിളിക്കാനൊന്നും അധികാരമില്ല. ഒക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എളാമ വേണ്ട, ഞാൻ മക്കളെയും കൊണ്ട് പോയിക്കോളാം. ഓ പിന്നെ ഓല കൊണ്ട് പോയിക്കോളാം, ഇജ്ജ് ആക്കി കൊടുക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ ആ വണ്ടിക്കൂലി അതൊക്കെ എനിക്ക് ഇങ്ങോട്ട് ചിലവ് വന്നാൽ പിന്നെ ചിലവാണ് അവൾക്ക്. അത് എൻ്റെ പെങ്ങളാണ് എളാമ, എനിക്ക് കൊടുക്കൽ എൻ്റെ കടമയാണത്. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു. എൻ്റെ ഉമ്മ ഇല്ലാത്തതിൻ്റെ വിഷമാണിത്. അതെ, പാവം ഉമ്മയില്ലാത്ത പെമ്മക്കളൊക്കെ ഒരു അവസ്ഥ. അവർക്ക് വീട്ടിൽ 1-2 ദിവസം വന്ന് നിൽക്കുക, സ്കൂള് മദ്രസൊക്കെ പൂട്ടിയോ വന്ന് നിൽക്കുക എന്ന് വെച്ചാൽ ഓ പാവാണ് റബ്ബേ. എന്താ ചെയ്യുക? എത്ര ഉപ്പയുണ്ടല്ലോ, ഉപ്പാനൊന്ന് കാണാനും ഉപ്പാൻ്റെ ഒപ്പം നിൽക്കാനും വന്ന് നിൽക്കാനും സമ്മതിക്കൂല. ഷാമിലേ, ഒന്ന് അങ്ങോട്ട് നോക്കുക, വണ്ടിയൊക്കെ കേടെടുത്തിക്കണ്, എനിക്കത് പറഞ്ഞാൽ മതി.
പൈസയാണ് ആ പോണത്. എളാമ ഓല് പോയിക്കോട്ടെ, അല്ലാതെ ഞാൻ ഇനിയിവിടെ ഒന്നും ചെയ്യണില്ല, ഒന്നും പറയണില്ല. പെട്ടെന്ന് അതാ കുഞ്ഞോളോട്, ഇത്താത്ത നമുക്ക് പോവാ താത്ത, ഉപ്പാ നമുക്ക് പോവാ. മോനെ എവിടേക്കടാ, നമുക്ക് ഇന്ന് തൽക്കാലം ഇത്താത്താൻ്റെ വീട്ടിലേക്ക് പോവാം, പിന്നെ ഇൻഷാ അല്ലാ നാളെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ട്രീറ്റ്മെൻറ്റിന് പോകാം. എന്തേ ഉപ്പ? മോനെ ഓൽക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇല്ലുപ്പ ഒരിക്കലും ബുദ്ധിമുട്ടാവില്ല. അതെ കുഞ്ഞോളും അത് തന്നെ പറയുന്നു. ഒരിക്കലും ഇല്ല പപ്പാനെ ഞാൻ നോക്കിക്കൊണ്ട്, എൻ്റെ ഉപ്പല്ലേ, എനിക്ക് ഒരു മടിയില്ല, ഞാൻ നോക്കുന്നുണ്ട് ഒരു ഉമ്മാനെയും ഉപ്പാനെയും അവിടെ വയസ്സായ പ്രായമായ. അതെ എൻ്റെ ഇക്കാക്കും നല്ല ഇഷ്ടമാണ് പ്രായമായവരൊക്കെ നോക്കി. എന്ത് പ്രതിഫലമാണ് എളാമാനെ പോലൊന്നും ഞാൻ പറയില്ല. എൻ്റെ ഉപ്പ വരിപ്പാ, നമുക്ക് പോവാ. ഷാമിലേ വരി, നമുക്ക് പോവാ. നീച്ചി മക്കളെ മാറ്റിക്കോളി, നമുക്ക് പോവാ. അവൾ വിതുമ്പുന്നുണ്ടായിരുന്നു. എന്നാൽ ഷാമിലിന് തോന്നി ഇനിയൊരിക്കലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എളാമ ആകപ്പാടെ ഓരോന്ന് പറഞ്ഞ് എന്തൊക്കെ വിളിച്ച് പറയുന്നു. റബ്ബേ, ആ മക്കളെക്കുറിച്ചൊക്കെ എല്ലാ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ലോക്കലുകളാണെന്ന്, ലോക്കൽ വന്ന് കയറുന്നു, അതൊക്കെ ലോക്കൽ മക്കളാണെന്ന്. എന്തായാലേ ആ ഒരു വാക്ക് പടച്ച റബ്ബിന് നിമിഷങ്ങൾ മതി ഈ ഒരു സമ്പത്തും സ്വത്തും സുഖവും ഇല്ലാതാക്കാൻ. പക്ഷേ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ കുറച്ച് സാമ്പത്തികം കുറവാണെങ്കിലും അളിയന് നല്ലൊരു മനുഷ്യനാണ്, അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ഒരു സ്വാലിഹായ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊന്നും സഹിക്കൂല. എന്നാൽ അപ്പോൾ തന്നെ ഒരു കാറ് വിളിക്കുന്നു, ഒരു വലിയ കാറ്. ഏതായാലും മക്കളും എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പയെയും കൊണ്ടുപോകാം. പക്ഷേ എൻ്റെ ഉപ്പാക്ക് ശരിക്കൊന്ന് ഇരിക്കാൻ വരെ കഴിയില്ല, അത് ഒരു കിടന്ന കിടപ്പിലായിരിക്കും. എന്തായാലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അതാ ഷാമിൽ വിളിക്കുന്നു. ഹലോ മുത്തുക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഷാമിൽ എവിടെടാ? അല്ല മുത്തുക്ക എവിടെ? ഇവിടെ തന്നെടാ, ഇവിടെ തന്നെ. എന്താ ആളുകൾ വന്നും പോണൊക്കെ ഉണ്ട്, എന്താ ചെയ്യുക. എനിക്ക് എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ട് വല്ലാത്തൊരു നഷ്ടമാണെടാ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയടാ. സാരല്ല ഇക്ക, നിങ്ങളൊന്ന് വീട് വരെ വരുമോ? ഷാമിലെ ആയിക്കോട്ടെ, എന്താ മോനെ വരെ, എന്താ ആവശ്യത്തിന് വേണ്ടിയും ഞാൻ വരാലോ. എന്നാൽ ഒരു വലിയ വണ്ടിയും കൊണ്ട് വന്നോളി. ഏതാണ് വേണ്ടത്? അത് കുറച്ച് വലുതെടുക്കേണ്ടി വരും, എൻ്റെ പെങ്ങളും മക്കളും എൻ്റെ ഉപ്പയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആയിക്കോട്ടെ ഓക്കെ. അതിനനുസരിച്ച് വലിയൊരു വണ്ടിയും അതാ വാടകയ്ക്ക് എടുത്തിട്ട് അവൻ പോകുന്നു നേരെ ഷാമിലിൻ്റെ വീട്ടിലേക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ സ്റ്റോറിയിൽ ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ ഉൾപ്പെടുത്തുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, ഓരോരുത്തരുടെ അനുഭവ കഥകൾ കൂടി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഒരിക്കൽ പോലും ഇത് നിങ്ങൾ വെറും ഒരു കഥയായിട്ട് കണക്കാക്കേണ്ട, വെറും കെട്ടുകഥ എന്നുള്ള രീതിയിലല്ല. നമ്മളെ ഓരോ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ ആളുകളുടെ കഥകൾ, അതായത് ഈ ഒരു നമ്മുടെ ഈ ഷാമിലിൻ്റെ പെങ്ങളും 5 മക്കളും എന്നുള്ള ഒരു കഥാപാത്രം എന്ന സംഭവം ശരിക്കുള്ളതാണ്. അവരുടെ ഉമ്മ മരിച്ചതിന് ശേഷം ഉപ്പ വേറെ കല്യാണം കഴിച്ചപ്പോൾ അത് ആ മോൾക്കും മക്കൾക്കും വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സമ്മതിക്കൂല, അവരൊന്നും കൊടുക്കൂല, അവർ ശരിക്കും ഭക്ഷണം പോലും കൊടുക്കൂല, വരുന്ന ഇഷ്ടമല്ല. പക്ഷെ ഉപ്പയെ കാണാൻ വേണ്ടി വരികയാണ്, വന്നാൽ തന്നെ ഭയങ്കര ചീത്ത പറച്ചിലായിരിക്കും കേട്ടോ. ഇപ്പം എല്ലാവരും പറയും സ്കൂൾ പൂട്ടിയിട്ട് നമ്മൾ എത്ര സന്തോഷത്തോടു കൂടിയാലേ നമ്മുടെ മാതാപിതാക്കളുടെ അടുത്തേക്കൊന്ന് പോവുക. പക്ഷേ ആ കയറി ചെല്ലുന്ന വീട്ടിലൊരു സുഖമില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വീട്ടുകാർ നമ്മളെ എതിർക്കുകയാണെങ്കിൽ അത്രക്കും നമ്മളോട് ദേഷ്യം കാണിക്കണേ, പിന്നെ നമുക്ക് നിൽക്കാൻ തോന്നുന്നില്ല. അതാണ് നമ്മുടെ കുഞ്ഞോളെ അവസ്ഥ കേട്ടോ. അതൊക്കെ ശരിക്കും ഒരു കുഞ്ഞോള് വെറും ഒരു സാങ്കല്പിക കഥാപാത്രം എന്ന് രീതിയിൽ നിങ്ങൾ ഒരിക്കലും കണക്കാക്കരുത്. അനുഭവ കഥകളാണ്, കണ്ട കഥകളാണ്. അത് ഒരുപാട് ആളുകൾ അനുഭവിച്ച കഥകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു അവസ്ഥയെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. മരണം വരെ നമുക്ക് ഉമ്മയും ഉപ്പയും നമ്മുടെ കൂടെ ഉണ്ടാകണം. അള്ളാഹുവേ പഠിച്ചോനെ, നമ്മളെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി, ഉപ്പ വേറെ കല്യാണം കഴിച്ച്, അങ്ങനത്തെ ഒരു അവസ്ഥ, അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അത് ഒരിക്കൽ പോലും അവൾക്ക് പഴയ ഉമ്മയാവാൻ കഴിയില്ല. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അവസ്ഥകളെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ എത്രയോ മക്കളുണ്ട് പാവം, ഉമ്മയുടെ സ്നേഹം കിട്ടാതെ ഉമ്മ മരിച്ചു പോകും, പിന്നെ ഉപ്പ വേറെ കല്യാണം കഴിക്കും, എന്നിട്ട് ഈ എളാമ ഇവരെ കഷ്ടപ്പെടുത്തുന്ന ഒരുപാട് സ്റ്റോറികൾ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാനത് പറയുന്നില്ല, പറഞ്ഞാൽ തന്നെ സങ്കടം വരും. കാരണം ആ ഒരു കുട്ടിയുടെ കഥ എന്ന് വെച്ചാൽ വെറും 5 വയസ്സ് പ്രായം. മഴയാണെങ്കിൽ ഇങ്ങനെ പെയ്തുകൊണ്ടേ നിൽക്കുകയാണ്, മഴ ഇങ്ങനെ പെയ്യാണ്. ആ സമയത്ത് ആടിനെ കൊണ്ട്
കഴിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് ഇതിനു മുമ്പ് ഇത് കഥ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആടിനെ കഴിച്ച് കൊണ്ടുവരണം, മഴ നനയുന്നുണ്ട്, 5 വയസ്സ് പ്രായമുള്ള കുട്ടീനോട് പറയണേ. ഈ കുട്ടി ഓടുകയാണ് തോട്ടത്തേക്ക്. എത്രയായിട്ടും കയറ് കിട്ടുന്നില്ല, പെരും മഴ പെയ്യാണ്. പെരും മഴ പെയ്തിട്ട് എത്ര കുഞ്ഞിക്കൈ കൊണ്ട് വലിച്ചാൽ കിട്ടുക, അത്ര മുറുക്കി. ആടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഇതിങ്ങോട്ട് മുറുകല്ലോ കെട്ട്. അപ്പോൾ ഇതിന് കിട്ടണില്ല. പക്ഷേ എളാമ അങ്ങോട്ട് വന്നു. എളാമ വന്നിട്ട് പുല്ലരിണൊരു കത്തി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു കത്തി കൊണ്ട് അതിൻ്റെ കാലിനൊരു വെട്ടും ഇങ്ങോട്ട് കൊടുത്തു വന്ന്. എന്താടി എനിക്ക് വലിച്ചിട്ട് കിട്ടണില്ല എന്ന് ചോദിച്ചിട്ട്. എന്നാൽ ആ ഒരു വേദന, ആ ഒരു വിഷമൊക്കെ എവിടെ കണ്ടോ എന്ന് അവസാനിപ്പിക്കും. എന്നിട്ട് ഉപ്പയോട് പറഞ്ഞ എന്താ, അത് അവളെ കാൽമ കത്തി തട്ടിയതാണ് ആടിനെ കഴിക്കാൻ പോയപ്പോൾ. ഒരിക്കലും എളാമ വെട്ടി കുഞ്ഞു മോൾക്ക് പറയാനും വയ്യ. അതുപോലെ ഒരു സ്വർണത്തിൻ്റെ കമ്മൽ ആ ഉപ്പ കൊണ്ടുപോയി കൊടുത്തല്ലോ. അപ്പോൾ എളാമാൻ്റെ മക്കളും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ മോൾക്കൊരു സ്വർണത്തിൻ്റെ കമ്മൽ കൊണ്ടുപോയി കൊടുത്തു. ആ മോളുടെ കാതിൽ അത് ഇട്ട് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ എന്താണ് എളാമ്മ ചെയ്തത്, അതെടുത്ത് അടുപ്പിലേക്കാണ് ഇട്ടുവന്ന്. അതാണ് അത്രക്കും ദേഷ്യം കൊണ്ട്. അങ്ങനെ അനുഭവിച്ച ഒരുപാട് ആളുകൾ. അത് എപ്പോഴും അടിയും തൊഴിയും, പുറത്തുനിന്ന് പഴഞ്ചോറ് തിന്നാൻ കൊടുക്കും, ബാക്കിയുള്ളത് അവരെ മക്കൾക്ക് നല്ലത് കൊടുക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അനുഭവങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ പഠിച്ചോനെ. നമ്മളെ മക്കൾ ഇപ്പോൾ നമ്മളെ മക്കൾ നല്ല രീതിയിൽ നമ്മൾ നോക്കി വളർത്തുന്നു. നാളെ എന്താ ഏതാ നമുക്കറിയില്ല, ആരുടെ കൈകളിലാണ് അവർ വളരുക ഒന്നും നമുക്കറിയില്ല. എല്ലാം അള്ളാഹുവിൻ്റെ അടുത്താണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ റബ്ബേ. പഠിച്ചോനെ, നമ്മളെ മക്കളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴേ നമുക്ക് എത്ര സങ്കടമായിരിക്കും. മറ്റൊരു ഉമ്മമാരുടെ കൂടെ ജീവിക്കുക ഒക്കെ പറയുമ്പോൾ റബ്ബേ, അള്ളാഹു ആ വിധി ആർക്കും നീ കൊടുക്കല്ല അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.